ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ വീണ്ടും അമൃതം പൊടി കൊണ്ടൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് അമൃതം പൊടി വെച്ചൊരു ലഡു ആണ് ഉണ്ടാക്കുന്നത്. ലഡു എന്ന് കേൾക്കുമ്പോൾ തന്നെ തേങ്ങയും ശർക്കരയല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവല്ലേ. ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് നമ്മളിന്ന് ലഡു തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ശർക്കരയെ നമുക്കൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. നന്നായിട്ട് ഒന്ന് ഇളക്കി വരുമ്പോൾ തന്നെ നമ്മുടെ ശർക്കര ഏകദേശം ഒരു മിനിറ്റ് കൊണ്ടൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിക്കോളും. ഇതുപോലെ നമ്മുടെ ശർക്കര ഇപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏകദേശം ഒരു കുഞ്ഞി കയ്യിൽ നിറയെയാണ് ഞാൻ എടുത്ത് മാറ്റുന്നത്. അതായത് നമുക്ക് അമൃതം പൊടി നനയ്ക്കാൻ വേണ്ട അളവിലാണ് ശർക്കര പനി അതിന്ന് എടുത്ത് മാറ്റുക. കുറച്ച് അളവിൽ ശർക്കര പനി എന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ശർക്കരയെ നമ്മൾ നന്നായിട്ട് ഇളക്കി ഒരു നൂൽ പരുവാക്കി എടുക്കണം. നമുക്കറിയാലോ, ഇങ്ങനെ നൂല് പോലെ വരുന്ന അറിയാമായിരിക്കുമല്ലേ എല്ലാവർക്കും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ശർക്കരയെ ഒന്ന് നന്നായിട്ട് നമ്മുടെ ഒരു നൂൽ പരുവാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു നൂൽ പരുവായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കപ്പ് തേങ്ങ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മാത്രമല്ല കുറച്ച് നന്നായിട്ട് ഇതിനെ വരട്ടിയെടുക്കണേ. അതായത് നമ്മുടെ ശർക്കരയും തേങ്ങയും മാത്രം യോജിച്ച് നമുക്ക് ഇങ്ങനെ ഒരു കട്ട രൂപത്തിലാവുമല്ലോ. നമ്മുടെ ഒറിജിനൽ തേങ്ങാ മിഠായി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു പരുവത്തിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റോളം നേരം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടെടുക്കുക. നമ്മുടെ സ്പൂണിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ മറ്റൊരു സ്പൂൺ വെച്ചിട്ട് നമ്മുടെ സ്പൂണത്തെയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം നന്നായിട്ട് വിളഞ്ഞ് വന്നിട്ടുണ്ട്. ശർക്കരയൊക്കെ മുഴുവനായിട്ടും അബ്സോർബ് ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നമ്മൾ ഈ സമയത്ത് ഇതിൽ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കത് നന്നായിട്ട് കിട്ടിക്കോളും. ഇനി ഞാനൊന്ന് പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് പെട്ടെന്ന് ആറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ തേങ്ങ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് അമൃതം പൊടി നമ്മൾ വറുത്തെടുക്കാൻ പോവുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്താൽ നമ്മുടെ അമൃതം പൊടി നന്നായിട്ട് വറുന്ന് കിട്ടും. നമ്മുടെ അമൃതം പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ തേങ്ങ തണുത്ത ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇതാണ്ടോ ഈ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് നമ്മൾ തേങ്ങ എപ്പോഴും എടുക്കേണ്ടത്. 1 കപ്പ് അമൃതം പൊടിക്ക് 1 കപ്പ് തേങ്ങ എന്നുള്ള അളവ് തന്നെ എടുക്കണേ. ഇനി നമുക്ക് ഈ തേങ്ങേനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ഈ ലഡുവിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഭാഗം. നിങ്ങൾ എപ്പോഴും തേങ്ങയും ശർക്കരയും മാത്രം ഉപയോഗിച്ച് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ അല്ല, ഇതിന് നല്ല ടേസ്റ്റ് കൂടുതലാണ്. നമ്മുടെ ഒരു തേങ്ങാ മിഠായിയുടെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ലഡു നമുക്ക് കഴിക്കാൻ തന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റും മണവും ഒക്കെ ആയിരിക്കും ഇതിനുണ്ടാവുക. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് നമ്മുടെ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്ക പൊടി ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് തന്നെ ഒരു 3-4 ഏലക്ക ഒന്ന് കുത്തി അതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങയുടെ ഒപ്പം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും. നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മളിതാ ഈ ഒരു പരുവത്തിൽ നമുക്കിതാ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടേ. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ നന്നായിട്ട് നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് നന്നായി ക്രഷായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് തരികളുണ്ട് താനും. ഇത് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന അമൃതം പൊടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ അമൃതം പൊടിയും ഈ തേങ്ങയുടെ മിക്സും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര ഉരുക്കിയതുണ്ടല്ലോ, അതും കൂടി നമുക്ക് നനവിന് വേണ്ടി ചേർത്ത് കൊടുക്കുക. നമുക്ക് ഉരുട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി അയവുള്ള പാകത്തിനാകണമല്ലോ. ആ ഒരു പാകത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശർക്കര പാനി അതും കൂടി ഒഴിച്ച് പാകത്തിന് അയവിലാക്കി എടുക്കുക. ചിലപ്പോൾ നമുക്കറിയില്ലല്ലോ, നമ്മൾ ഒരളവിനാണ് ശർക്കര പാനി എടുത്തിട്ടുള്ളത്. നമുക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ കുറച്ച് കൂടുതൽ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ഇളം ചൂടുവെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താലും മതിയാവും.
നമുക്ക് അമൃതം പൊടിയിൽ ആവശ്യത്തിനുള്ള മധുരമുണ്ട്, നമ്മൾ എടുത്ത ശർക്കരയിലും ആവശ്യത്തിനുള്ള മധുരമുണ്ട്. അതുകൊണ്ട് മധുരം അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 2 ടീസ്പൂണ് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് അവസാനം നോക്കാം. ഇപ്പോൾ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് വേണ്ട നട്ട്സ് ഒന്ന് വറുത്തെടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മളിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഒരു നല്ലോണം നെയ്യൊക്കെ ഇട്ടിട്ടുള്ള ലഡ്ഡു നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് കാഷ്യൂസും അതുപോലെ കുറച്ച് റൈസിൻസുമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് വറുത്തുപയോഗിക്കാം. പീനട്ട്സും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നട്ട്സ് മാത്രമല്ല അവലൊക്കെ ഉപയോഗിക്കാം. അവൽ, എള്ള് ഒക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ എള്ളിലൊക്കെ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസിൻസും കാഷ്യൂസും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ അമൃതം പൊടിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ നമുക്കറിയാം ഇത് നമുക്ക് ലഡ്ഡു ഉരുട്ടുന്നതിനുള്ള ഒരു പരുവായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉപയോഗിക്കാം. ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ഒരു ലഡ്ഡുവിൻ്റെ പരുവത്തിൽ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം. ഇനി ഒന്നും കൂടെ നമുക്ക് അയവിന് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. അപ്പം എനിക്ക് ഏകദേശം 2 ടീസ്പൂൺ വെള്ളം കൊണ്ട് നമ്മുടെ ലഡ്ഡുവിൻ്റെ ഒരു പരുവത്തിനായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ വെള്ളം കൂടി ഏകദേശം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലഡ്ഡുകൾ ഉണ്ടാക്കി തുടങ്ങാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മുടെ ലഡ്ഡു ഉരുട്ടിയെടുക്കുക. സാധാരണ എല്ലാവരും ഉണ്ട ഷേപ്പിലാണല്ലോ ഉരുട്ടിയെടുക്കുന്നത്. ഞാനിതാ അതുപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ ഓരോ ലഡ്ഡുകളെയും ഉരുട്ടിയെടുക്കുന്നുണ്ട്. നമ്മുടെ ശർക്കരയും തേങ്ങയും എല്ലാം ചേർന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡ്ഡുവാണ്. നമ്മൾ മധുരം കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാം. ഇതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് അമൃതം പൊടിയൊക്കെ വെച്ചിട്ട് എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തിയാണ്, അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ അംഗൻവാടികളിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ അമൃതം പൊടിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മുടെ രുചികരമായ ലഡ്ഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.